എന്നിട്ടാ ചെളി അതെന്നിട്ടാ വളോ അയ്യ അടിപൊളി അടിപൊളി. ഇതാണ് സാധനം നമ്മള് ആ മാവ് കുഴിച്ചിടുന്ന സ്പെഷ്യലാണ്. അത് കുഴിച്ചിട്ട് വീഡിയോ വരും. ഒരു മാവ് ഉണ്ടല്ലേ, ഈ ഒരു മാവ് ഒട്ടുമാവ്. ഇതിന്റെ വില ചോദിച്ചപ്പോ കിतना भाई बोला? പുലിയുടെ ഡാൻസ് കളിച്ചേ. പുലി ഡാൻസ് ഇട്ടാ. നമ്മളുള്ള സ്ഥലം വെച്ചാൽ മണ്ണുത്താണ് കേട്ടോ. മണ്ണുത്തി എത്തിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് കണ്ടില്ലേ ഈ സാധനങ്ങൾ കണ്ടില്ലേ, മറ്റേ ഒട്ടുമാവ് അടിക്കാം. ഒട്ടുമാവും പിന്നെ എന്തോ റോസാപ്പൂവിന് എന്തോ സാധനം മേടിക്കാണ്ട് ഇത്ര. അപ്പോൾ അത് മേടിക്കാണ്ട് വന്ന് നിൽക്കുക കേട്ടോ മണ്ണുത്തിയിൽ. നോക്കിയേ മാങ്ങ നിൽക്കണം, നോക്കിയേ മാങ്ങ സെറ്റപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട്. ഉണ്ടോ എന്തൊക്കെ വേണം അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫുൾ അഗ്രികൾച്ചറിൻ്റെ മെയിനുണ്ട് ഇവിടെ. അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താ മാങ്ങതാ അതിനെ ഫുള്ള് മാങ്ങാറില്ലേ. ഏറ്റവും സെഡ് ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് റോസ് വാങ്ങിക്കാനാണ്. റോസും ഒരു മാവ് തൈയും ഒട്ടുമാവ് അല്ലേ? ആ റോസും ഒട്ടുമാവ് കേട്ടോ. ഉണ്ടോ ഈ സാധനത്തിൽ വാങ്ങി നോക്കിയുണ്ടോ? എന്താ നമുക്ക് നോക്കാം എന്തൊക്കെയാ നോക്കാം കേട്ടോ. ഉണ്ട് ചെറിയ ഉണ്ടല്ലേ, ചെറിയ പ്ലാവിലാണ് ചക്ക ഉണ്ടാക്കിയത്. നോക്കിയേ സെറ്റപ്പ് കണ്ടാ. ഇതൊക്കെ ഫുള്ള് ഏതൊക്കെയാ അതിൻ്റെ പേരൊന്നും നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ റോസ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുവിധം എല്ലാ സ്ഥലങ്ങളൊക്കെ അടവും കാര്യങ്ങളാണ് അല്ലേ. പക്ഷെ ഈ ഒരു സ്ഥലം അടിപൊളിയാണ് കേട്ടോ. നല്ല എല്ലാ വിധ കളക്ഷനും ഉണ്ട് ഇതിൽ. ഫുള്ള് വേണ്ട എന്തൊക്കെയാ വേണ്ട കളർ ചെടി ആണെങ്കിലും ഇനിയിപ്പോൾ അതല്ല വീട്ടിലോട്ടേക്ക് വേണ്ടുള്ള എല്ലാവിധ ഐറ്റംസ് ഗിരിയായിട്ട് സെറ്റപ്പാട്ടാ. സെറ്റപ്പ്. ഇതിൻ്റെ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ പേര് കഥ നന്നായിട്ട് അറിയും ഏതൊക്കെയാ എന്തൊക്കെയാണ് അല്ലേ. അല്ലക്കാ ഇതിൻ്റെ പേര് ഒരു ഇതും പേരൊക്കെ എനിക്കറിയില്ല. ഒരു സാധനത്തിൻ്റെ പേരൊക്കെ അല്ലേ അല്ലേ ഉമ്മാക്കറിയോ ഇതിൻ്റെയൊക്കെ എന്തൊക്കെ പേരെന്നൊക്കെ? ചെടികളുടെ പേരൊക്കെ ഉമ്മ അറിയോ? ചെടികളുടെ പേര് അറിയോ? അറിയില്ല അല്ലേ. ഉമ്മാക്കൊന്നും അറിയില്ല. എന്താ നീ പറഞ്ഞ കടലാസ് പൂവ്? കടലാസോ ഉണ്ടാ? ഒട്ടുമാവ് അടിക്കണം. ഒട്ടുമാവ് നമുക്ക് ഒട്ടുമാവ് അടിക്കും. ഇതൊക്കെ എന്തിട്ട് സാധനമാണോ? ജാതിക്കോ എന്തിട്ട് കയറണപ്പോ? ഒട്ടുമാവുണ്ട്. ഇതൊക്കെ ഒട്ടുമാവ് തോന്നുന്നിട്ട് അറിയില്ല. മാങ്ങ സെറ്റപ്പ് നോക്കിയേ. എന്താ ചെറിയ ഒട്ടുമാവില് ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുക ഈ സാധനമൊക്കെ അല്ലേ. ഒരു പൂന്തോട്ടം, ഒരു എന്താ പറയാ എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഏറ്റവും സെഡ് ഉണ്ടോ അല്ലേ, ഫുള്ളുണ്ട് ഇവിടെ. എന്താ ഇതൊക്കെ ഉള്ള സ്ഥലം വെച്ചാലേ മണ്ണുത്തിയിൽ നമ്മൾ പോണ വഴിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇതാണ് കേട്ടോ. അതിൽ മണ്ണുത്തി കണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ വരുന്ന വഴിക്ക് ഏതാ ഷോപ്പിൻ്റെ നെയിം, ഏത് ഫ്ലേവറിൻ്റെ നെയിമൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ഏതാ കണ്ട് നമ്മൾ നേരെ വന്ന് അല്ലേ. ഇതൊക്കെ ഫുള്ള് തന്നെയാണ്. അല്ല ഇവിടുന്ന് അങ്ങോട്ട് വരെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എൻഡ് ഇതൊക്കെ ഫുള്ള് ഏതൊക്കെ പിടുത്തല്ലേ. ഒക്കെ വെറൈറ്റി സാധനങ്ങളാ. ഇതിൻ്റെ എൻഡ് ഇത് ചേച്ചി അങ്ങോട്ടുണ്ടോ? അത് കുറേ ഉണ്ടോ? ഇത് അങ്ങോട്ട് കുറേ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. സാധനം എന്തൊട്ട് സാധനിക്കാണോ ഉള്ളതാണോ അവര്? ഇതൊക്കെ വിൽക്കാനുള്ളതും ഇതൊക്കെ മേടിക്കാൻ ആൾക്കാർ വരുന്നു. റബ്ബേ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇത്ര ഒരുപാട് പോകാൻ. ഞാൻ അങ്ങോട്ട് പോകാനില്ല. തിരട്ടെടുക്കാം നമുക്ക്. ആ സാധനം മാത്രം മേടിച്ചിട്ട് പോകാൻ നോക്കാം. ഒട്ടുമാവ് വേണ്ടത് പിന്നെ കാരണം വെച്ചാൽ ഇന്ന് നമ്മുടെ ഇക്കാടൊക്കെ പോയപ്പോഴേ ഞാൻ കാണിച്ചില്ല, ഞാൻ വീഡിയോസിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. മറ്റേ കിളിമൂക്ക് ടൈപ്പ് വരുന്നുണ്ടല്ലോ മാവ്. ഇത്ര മൂന്ന് തയ്യിലാണ് അടിപൊളിയായിട്ട് മാങ്ങലുണ്ടായത്. അപ്പോൾ ആ സാധനം മേടിക്കാം ഇവിടെ. അത് അവർ തൃശ്ശൂർ മണ്ണുത്തിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് മേടിക്കാം. ഉണ്ടായി നോക്കിയേ ഇതൊക്കെ ഉണ്ടായുള്ള സംഭവം നോക്കിയേ. അപ്പോൾ ആ സാധനം മേടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ.
അവിടെ പോവാം. എന്തായി മാവ് മേടിച്ചാ? ഒരു മാവ് ഉണ്ടല്ലേ, ഈ ഒരു മാവ് ഒട്ടുമാവ്, ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ കിतना भाई बोला? 3500. 3500 ഇതിനിട്ട് അതിൻ്റെ വില 3500 റുപ്യാണ് വില. അതുപോലെ ഓ कितना आएगा उसको हमको ഓ दिखा रहा है ना? 1500. 1500 ഇത് ഈ മാവ്. നമുക്ക് ഒട്ടുമാവ് വേണ്ടി, ഒട്ടുമാവ് ഇതൊക്കെ നോർമലാണ്. ഒട്ടുമാവ് ഇതൊക്കെ ഉണ്ട്, ഒക്കത്തിന് പല പല റേറ്റാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകാനാ പഠിച്ചോനെ? കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോകുന്നു കേട്ടോ. അങ്ങനെ ഒടുവിൽ നമുക്ക് സാധനം കിട്ടിയിട്ടാ. ഇതാണ് ആ പറഞ്ഞ സാധനം കേട്ടോ, സേലം മാവ് എന്നത്ര പറയാ ഈ സാധനത്തിന്. നല്ല ഒടുവിൽ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഇതെന്താ മേടിച്ചത്? ഇതല്ലേ മേടിച്ചുള്ളത്? എന്താ ഈ റോസാപ്പൂ ഇത് മേടിച്ചിട്ടുണ്ട്, റോസാപ്പൂവിൻ്റെ. പിന്നെ അതുപോലെ തന്നെ മുല്ലപ്പൂ അത് മേടിച്ചിട്ടുണ്ട്. ഇതെന്താ ജമന്തി ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 3ഉം ആ മാവും അങ്ങനെ ടോട്ടലി 4 മേടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞല്ലോ, എന്നാൽ പിന്നെ പോവാ അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ കളക്ഷൻ കാര്യമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മണ്ണത്തിക്ക് വരിക, മണ്ണത്തിക്ക് വന്നെങ്ങാട്ട് മേടിക്കാം അല്ലേ. അല്ല അതൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. എനിക്ക് പേരറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാത്തത്. ഇതുണ്ട്, ഇത് ഇതൊക്കെ എന്തുട്ട് തേങ്ങയാണോ അതൊക്കെ അറിയാം. ഇത് കലമംഗലാണത്, എന്തുട്ടൊക്കെയാണോ പേരറിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല കേട്ടോ. ഇത് വഴുതനങ്ങ ഉണ്ട് ഇവിടെ. അതാ വഴുതനങ്ങ എന്താ ഇതൊക്കെ അതിൽ പെട്ട സാധനമല്ല അല്ലേ ഈ സാധനം അല്ലേ. പൂപ്പായ കിണറിൽ വരുന്ന പൂപ്പായ പോലത്തെ സാധനം. ഇതൊക്കെ കണ്ടില്ലേ, ഈ സാധനം കണ്ടില്ലേ? ഇത് കിണറിൻ്റെ അവിടെ പൂപ്പായ വരുന്ന സാധനമാണ്. ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചില്ല കേട്ടാ. ഏകദേശം സെറ്റപ്പ് എന്താ നല്ല കളക്ഷൻ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി ആരെങ്കിലും നോക്കുന്നുണ്ട്, ഇങ്ങനത്തെ ട്രൈ ആക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഈ വഴിക്ക് വരിക, മണ്ണത്തിക്ക് വന്നിട്ട് എടുത്ത് കൊണ്ടുപോവാം അല്ലേ. അത്ര നമ്മൾ പറയുന്നുള്ളൂ. നല്ല നല്ല കളക്ഷനൊക്കെ ഉണ്ട്, അത്യാവശ്യം സാധനമുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് പേരും കാര്യം അറിയാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇക്കാക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിലോട്ടൊക്കെ ബന്ധപ്പെടുക. ഇതൊക്കെയാണ് അവർ അയ്യപ്പ എന്താ അഗ്രി ഫാം എന്ന് പറഞ്ഞിട്ട് നമ്പറും കാര്യമൊക്കെ ഉണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ വിളിച്ച് നോക്കുക. ഓക്കെ, A to Z എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളൂ വിശേഷങ്ങൾ. ഓക്കെ, ബൈ ബൈ. നമ്മളേ മണ്ണുത്തിന്ന് മേടിച്ച റോസാപ്പൂ ഉണ്ടല്ലോ. അപ്പോൾ റോസാപ്പൂ പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? റോസാപ്പൂ ഉണ്ട്, മുല്ലപ്പൂ ഉണ്ട്, പിന്നെന്താണ് മുരിങ്ങയുടെ അത് തെച്ചിപ്പൂ. അപ്പോൾ ഈ റോസാപ്പൂടെ ഈ സാധനം എടുത്തിങ്ങാട്ട് കുഴിച്ചിടാൻ പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെതാണ് നമ്മൾ മണ്ണുത്തിന്ന് മേടിച്ചൊരു വീഡിയോസ് ഉണ്ടല്ലോ, ഇതിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ അതിൽ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള മറ്റേ മുല്ലപ്പൂ വെക്കാനുണ്ട്, ചെണ്ടുമല്ലിയൊക്കെ വെക്കാനുണ്ട്. ചെണ്ടുമല്ലി എന്തെങ്കിലും തെച്ചിപ്പോ. അപ്പോൾ നമ്മൾ മണ്ണുത്തിന്ന് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന റോസാപ്പൂ, അതേപോലെ തന്നെ എന്താ മുല്ലപ്പൂ, മാവ്, ഈ സാധനമൊക്കെ ഇനിയിപ്പോൾ കുഴിച്ചിടാൻ പോകട്ടോ അല്ലേ. അതിൽ നമ്മൾ ആ മാവ് കുഴിച്ചിടുന്ന സ്പെഷ്യലാണ് കേട്ടോ. അത് കുഴിച്ചിട്ട് വീഡിയോ വരും, അതിനുശേഷം അതിലൊരു മാങ്ങ തിന്നണ ഒരു വീഡിയോ വരും. അതെ അതെ, വേറെ വെച്ചാല് ഇപ്പോൾ ഈ സേലമാവ് ഉണ്ടല്ലോ, അത് ഒട്ടുമാവ് ഉണ്ട്, പെട്ടെന്ന് വളരുന്ന പറയുന്നത്. അപ്പോൾ അതൊരു നമുക്ക് എന്തായാലും ഇപ്പോൾ നോർമല് അത് കുഴിച്ചിടുന്ന നടുന്ന ഒരു വീഡിയോസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ വീഡിയോസ് ഇതിൽ വരും. അതിനുശേഷം ഈ കുഴിച്ചിടുന്ന ലൊക്കേഷനിലെ കാണിച്ചു തരും. അതേപോലെ തന്നെ ഇതിൽ നിന്നൊരു മാങ്ങ ഉണ്ടായിട്ട് ആ മാങ്ങ നമ്മൾ മുറിച്ച് തിന്നുന്ന ഒരു വീഡിയോസും കൂടി ആയിട്ട് വരും അല്ലേ. എപ്പോഴും 1 വർഷത്തിന് ശേഷം? 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം പിടിക്കുന്ന പറഞ്ഞേ. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ നല്ല നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കണം. അതിന് 2 അടിയിൽ കുഴിയെടുത്ത് അതിൽ നമ്മൾ ജൈവവളവും പിന്നെ നമ്മുടെ ഈ കണിക്കൊന്ന, ശിമക്കൊന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെടി വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുഴി കുത്തി അത് നമ്മളൊരു 1 ദിവസം 2 ദിവസം ഇടും. അതിന് ശേഷമാണ് അവിടെ തെയ്യുണ്ട്, ആ തെയ്യ് എടുത്തിട്ട് നമ്മളതിൽ വെക്കും. അത് സേലം മാങ്ങയാണ്. സേലം മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കൊക്കെ ഉണ്ടാവും ഒരു മാങ്ങ. ഈ ഭാഗത്ത് പിടിച്ച് കിട്ടില്ല, ഈ ഭാഗത്ത് എവിടെയും ഞാനത് കണ്ടിട്ടില്ല. കിട്ടുമെന്ന് നോക്കാം. ഒരു തെയ്യ്ക്ക് 250 രൂപയാണ് നമ്മൾ മണ്ണുത്തിന്ന് വാങ്ങിയത്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നല്ലതുപോലെ നോക്കിയാൽ എന്തായാലും നമുക്ക് ഫലം കിട്ടും. അപ്പോൾ നല്ല പോലെ ഫലം കിട്ടും. അതേപോലെ തന്നെ ഇതിലുണ്ടാവുന്ന മാങ്ങ 1 വർഷം കഴിഞ്ഞിട്ടെന്ന് അറിയില്ല,
നമ്മൾ അത്യാവശ്യം നല്ലപോലെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ അത് ഉണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉണ്ടാകുന്ന മാങ്ങ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫാമിലീസായ എല്ലാവർക്കും അല്ലേ, ഫാമിലീസായ എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫ്രീ ആയിട്ട് നമുക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാം. കാരണം വെച്ചാൽ ഇതൊക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടോ. സേലമാവ് എന്ന് പറയുമ്പോൾ മറ്റൊരു സാധനം ഉപ്പിലിട്ട് ഇത് കഴിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ. അപ്പോൾ അത്യാവശ്യം വലിയ സാധനമല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ കുറച്ച് പേരൊക്കെ കൊടുക്കാം അല്ലേ. ഓക്കെ, ഇതാ കണ്ടല്ലേ ഈ സാധനം കണ്ടാ, ഇതാണ് ഈ മാങ്ങ കേട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞ് നാവ് എടുത്തില്ല ഈ സാധനം. ഇതാണ് സാധനം, ഇത് നമ്മൾ ഉപ്പിലിട്ട് കഴിക്കാം. ഇത് പഴുത്ത സാധനം കണ്ടാ. ഇതിപ്പോ സാധനം പഴുത്തിട്ട് നമ്മ നേരെ കൊണ്ടുവരാം. അടിപൊളി അടിപൊളി. ഇതാണ് സാധനം കേട്ടാ. ഈ മാങ്ങയാണ് നമ്മൾ അവിടെ തയ്യായിട്ടുള്ളത്. അപ്പോൾ ഈ സാധനം നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ കൊടുന്നിട്ട് പഴുപ്പിക്കാൻ വെച്ചാണ് കേട്ടോ. സാധനം പഴുത്തു, അടിപൊളിയായിട്ട് കണ്ടല്ലോ, പഴുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സാധനം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ സാധനം നമ്മൾ എന്തായാലും ഇൻഷാല്ലാ ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഒരുവിധം പറ്റുന്നിടത്തോളം നമുക്ക് എല്ലാവർക്കും ഞാൻ ഈ സാധനം പോസ്റ്റ് ചെയ്യാണ്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ വരട്ടെ എന്തായാലും. ഓക്കെ, അപ്പോൾ ഡേ 2 ആണ് കേട്ടോ. അത് വെട്ടുകലായതുകൊണ്ടേ നമ്മൾ ഓരോ ട്രിപ്പും കുത്തിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം അല്ലേ. ഓരോ ട്രിപ്പ് കുത്തുക, വെള്ളം ഒഴിച്ച് വെക്കുക. ഇപ്പോൾ ഏകദേശം കുറച്ച് കുതിർന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും കുത്തുക, വീണ്ടും വെള്ളം ഒഴിച്ച് വയ്ക്കുക. പിറ്റേ ദിവസം അല്ലേ, 2-3 ദിവസം കേട്ടോ, 2-3 ഡേയ്സിനുള്ളിൽ ആവും. എന്നിട്ട് വളമെല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് വേണം, പെർഫെക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതവിടെ ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ എടുത്തിടുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു വട്ടത്തിൽ തന്നെ ചെയ്യണം. എന്നിട്ട് വളം കാര്യമൊക്കെ ഇട്ട് സെറ്റാക്കണം. നല്ല മണ്ണൊക്കെ അടിപൊളി മണ്ണ് തന്നെയാണ് കണ്ടാ, സൂപ്പർ മണ്ണ് തന്നെയാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ വെട്ടുകല്ലായതുകൊണ്ടേ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നന്നായി കുതിരട്ടെ. അപ്പം നമുക്ക് ഏകദേശം ഇത്ര അടിത്തോളം അല്ലേ, ഇത് എത്ര ഒരടി അല്ലേ, ഒരടി താച്ചിട്ടുണ്ട്. ഇനി ഫുള്ള് എന്ത് ചെയ്യുക, വെള്ളം നിറച്ച് വെക്കുക കേട്ടോ. വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഈസിയാവും. വേർത്തു, ഞാനും അവനും വേർത്തു. അവിടെ പണിയെടുക്കുമ്പോൾ വേർക്കും. ചെക്കനെ വേർത്തു, 4 കുത്തുമണിക്ക് വേർത്തു. പോരാത്തിന് ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് പാറയാണ്. നമ്മുടെ വീടിന്റെ തറപണിക്കൊക്കെ നമ്മൾ ആളെ നിർത്തിയിട്ട് ഭയങ്കര പാടുപെട്ട സ്ഥലമാണ്. ഇന്നൊരു അവസാനം ഹിറ്റാച്ചിനെ കൊണ്ടുവന്നു ബാക്ക് സൈഡ്. അപ്പോൾ ബാക്ക് സൈഡ് അല്ല, നമ്മുടെ വീടിന്റെ തറപ്പണി. തറപ്പണിക്കില്ല. അങ്ങനെയുള്ള സ്ഥലം. അതുകൊണ്ടാണ് ഈ വെള്ളം അടിച്ചിട്ട് നമ്മള് വെക്കണത്. നാളെ മറ്റന്നാൾക്കുള്ളിൽ താഴെ 2 അടിക്ക് താഴ്ത്തും. അതെ, അപ്പോൾ വെള്ളം നിറയട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ മറ്റന്നാൾക്കുള്ളിൽ നമ്മൾ താത്തിയിട്ട് വളമൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് സാധനം വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ച് വിട്ടിട്ട് ഇത് കുഴി കുത്തി വെക്കണ വരെ നമ്മൾ ഇതിലിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇത് വെള്ളം നിറയട്ടെ, വെള്ളം നിറച്ചിട്ട് കാണാം അല്ലേ. ഓക്കെ, ഇത്ര മണ്ണ് കിട്ടിയിട്ടാ അല്ലേ, ഈ ചെറിയ വീട് നോക്കുമ്പോഴേക്ക് ഇത്ര മണ്ണ് കിട്ടി. അപ്പോൾ വെള്ളം നിറച്ചിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഡേ 3 കേട്ടോ. 2 അടി ഏകദേശം ആയില്ലേ. ഓ, നോക്കിയിട്ട് കാലം വേണ്ട കേട്ടോ. ഇന്ന് തന്നെ വെക്കാം നമുക്കപ്പോൾ. ഇന്ന് വെക്കാം അല്ലേ. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് സെറ്റാക്കാം. ഫസ്റ്റൊക്കെ അത് വെട്ടുകല്ലായതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ വെള്ളമൊക്കെ വെച്ച് കുതിർത്ത് അതിന് ശേഷം വേണം നമുക്കിതുപോലെ മണ്ണാക്കി എടുക്കാൻ. അപ്പോൾ വെള്ളം കുതിർത്ത് അവസാനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സേലം മാങ്ങ നടുന്നിട്ടാ. ഈ നടുന്നത് ആരാ, ഉമ്മയപ്പയാ? ഞാനല്ല, വേണ്ട. അപ്പോൾ നടുന്നത് ഉപ്പാറുണ്ടോ? ഉമ്മ നിറച്ചെന്നാ.
അല്ലേ? നടുന്നതെല്ലാം പൊന്നാവട്ടെ എന്ന് പറഞ്ഞവര്. എന്നിട്ടാ ചെടി അതെന്നിട്ടാ വളോ ഈ വേസ്റ്റ് ഇതിടണല്ലേ? ഉണ്ടാ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടാ. വേസ്റ്റ് അതിന്റെ ഇതിന്റെ ഒക്കെ ആയിട്ടുള്ള വേസ്റ്റിന്റെ കൊള്ളും. കോഴിക്കാട്ടപ്പൊടി കിട്ടില്ലേ? കോഴിക്കാട്ടപ്പൊടി അല്ലേ? ചാണകപ്പൊടിയും പിന്നെ കോഴിക്കാട്ടത്തിന്റെ വേസ്റ്റും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഇതിലിട്ടിട്ട് സെറ്റാക്കിയിട്ട് ഇന്ന് തന്നെ ഉമ്മ വെക്കും. അല്ലമ്മ എന്തേ? ഇല്ലല്ല, അത് ഉമ്മ വെക്കും. ഉമ്മ വെച്ചിട്ട് അത് സേലം മാങ്ങ കേട്ടോ, നമ്മുടെ പ്രിയപ്പെട്ട അടിപൊളി സേലം മാങ്ങ, 1 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒട്ടുമാവിൻ്റെ സേലം മാങ്ങ ഉമ്മ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മാങ്ങ കൊണ്ട് നമ്മൾ ഗീവ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഫ്രീ. ആ 2027 കായ്ക്കുന്നപ്പോൾ പറയുന്നത് കേട്ടാ. സത്യം 2027 കായ്ക്കുന്നത് 2026 ആ 4 മാസത്തിൽ കാക്കണം. എടുക്കാ എവിടുന്ന്? ഫസീൽ തടന്ന. ആ ഫസീൽ തടന്ന്. അപ്പോൾ ഇക്ക ചാണകപ്പൊടി എടുക്കാൻ വേണ്ടിട്ടാ ഫസീൽ തടന്ന്. ചാണകപ്പൊടിയും പിന്നെ ഉമ്മ എടുക്കാൻ പോണേ. ആ എന്താ ഇതാണ് നമ്മുടെ സേലം മാങ്ങ, സേലം മാവത്തൈ. അല്ലോ ഇവനെ പുഷ്ടിച്ച് വരണം. അല്ല ഇവൻ പുഷ്ടിച്ച് വന്നിട്ട് വേണം ഇവന്ന് വരാൻ. വരും അല്ലേ? വരില്ല ഇപ്പത്? നല്ല വരും. ഒരുപാട് ഹൈറ്റ് പോലല്ലോ. മിനിമം ഒരു 6 അടി അങ്ങനെ ഹൈറ്റ് വന്നിട്ട് നേരെ അങ്ങനെ പടർന്ന് വരും. പടർന്ന് സൂപ്പറായിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ ചെയ്തതിന് ശേഷം വേണം പിന്നെ നമുക്കൊരു നല്ല അടിപൊളി തെങ്ങുണ്ട്. ഹൈറ്റ് ലെങ്ത്ത് പറയുന്ന തെങ്ങുണ്ട്. തെങ്ങ് അത്യാവശ്യം ഉണ്ടാവില്ലേ? അല്ലെ അത്യാവശ്യം തെങ്ങ് ഉണ്ടാവില്ലേ? ഹൈറ്റ് കുറവിൻ്റെ എത്ര വർഷം ഉണ്ടാവുന്ന? 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ട് കേട്ടോ. അത് അധികം ഹൈറ്റ് വരില്ല, ചെറിയ ഹൈറ്റിൽ നല്ല അത്യാവശ്യം കൊല്ലങ്ങളൊക്കെ പോലെ വരുന്നത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ അത് മേടിച്ചും കണ്ട് വേറെ ഭാഗത്ത് ചെയ്യണം നമുക്ക്. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ ഒരു സ്ഥലം അടിപൊളിയാക്കണം നമുക്ക് ഫുള്ളും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ വരട്ടെ, എന്തായാലും നമുക്ക് സെറ്റാക്കാം കേട്ടോ. വളം കാര്യമൊക്കെ കൊണ്ടുവരട്ടെ. ആ ഇതാരാ? പുലിയാ? ആ കരടിയാ? പുലിക്കുട്ടിയാ? ഡാൻസ് കളിച്ചേ? പുലി ഡാൻസ് കളിച്ചേ? നോട്ടെ പുലിയുടെ ഡാൻസ് കളിച്ചേ. ഏയ് പുലി ഡാൻസ് ഇട്ടാ കളിക്ക്. ഏയ് ഇതവിടെ കണ്ണൻ പുലി ഇട്ടാ, കണ്ണൻ പുലി. ഒരു ഹായ് കൊടുത്തടാ. ഹായ്. ഇതെന്ത് വേസ്റ്റാമത് അമ്മ? ആ പച്ചക്കറിന്റെ മാത്രം വേസ്റ്റ് ഇട്ടാ. ആ പച്ചക്കറിയുടെ മാത്രം വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചാണകപ്പൊടി അതും കൂടി കൊണ്ടുവരും. ചാണകപ്പൊടി കൊണ്ട് വെച്ച് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കളറായി കേട്ടോ. എന്താ കണ്ണാ? കണ്ണൻ്റെ സ്കൂളൊക്കെ പൂട്ടിയിട്ട് കണ്ണ ഉസാറാവാണ്. ഇക്കതാ ചാണകപ്പൊടി. ഫസീലാത്താൻ്റെ അവിടെ പശുവും പോത്തൊക്കെ ഉള്ള കാരണം ചാണകം പൊടിച്ച് കുറെ പൊടിച്ചതുണ്ട്. പൊടിച്ചതല്ല, ഉണക്കിയ പൊടിയുണ്ട്. അപ്പൊ അവിടെ ഫസീലാത്ത പഠിച്ചു കൂട്ടി തന്നാണത്. ഇത് നല്ലതാണ്. വയ്ക്കോലൊക്കെ പ്രശ്നമില്ലല്ലേ? വയ്ക്കോല് വെള്ളം നിൽക്കും. അത് നമുക്ക് ഇതിലോട്ട് ചെയ്യാം. എന്തായാലും ഒരു മാങ്ങത്തൈ വെക്കാനുള്ള പ്രിപ്പറേഷൻ ഉണ്ടാ. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇനി ഞാൻ എന്താ അടുത്ത പ്രിപ്പറേഷൻ എന്താ? ഇനി കുറച്ച് മണ്ണ് നമുക്ക് ഇതിലോട്ട് വാരിയിടാം. മണ്ണ് വാരിടണം. ഈ ഒരു മാവൻ തൈ വെക്കാനുണ്ടല്ലോ, ചില്ലറ കളിയൊന്നല്ല. ഉമ്മ പിടി വരുന്നുണ്ട്. കൈക്കോട്ടുണ്ട് ഇട്ട പോരമാ. ഉമ്മ ഈ ഒരു മാവും തൈ ഇടാൻ എത്ര ടാസ്ക് അല്ലേ? വെറുതെ നേരെ പോയിട്ട് നമുക്ക് വെക്കുന്ന ടൈപ്പല്ല. അതിനൊരു രീതിയിലൊക്കെ ചെയ്താലേ നല്ലൊരു റിസൾട്ടും കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇനി അടുത്ത എന്താ പരിപാടി? അടുത്തത് കൈക്കോട്ട് കൊണ്ട് സെൻട്രലാക്കണം അല്ലേ? അപ്പോൾ ഉമ്മ വെക്കുന്നില്ല പറഞ്ഞിട്ടാ, ഇക്കയാണ് വെക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക വെക്കുന്ന ഏതാണെങ്കിലും എന്തൊരു ഇതാണെങ്കിലും പോലും അത് നല്ല പൊന്നു പോലെ വിളയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതും പൊന്നു പോലെ വിളയട്ടെ ആശംസിക്കുകയാണ്. എല്ലാവരും ആശംസയിൽ ഉൾപ്പെടുത്തുക അല്ലേ?
അപ്പോൾ അങ്ങനെ മാങ്ങ പെട്ടെന്ന് കാക്കാനും നമുക്ക് തിന്നാനും എല്ലാവരും ഇതിനു വേണ്ടി ദുആ ചെയ്യുക. അതെ, ഈ മാങ്ങ നിങ്ങൾക്ക് കിട്ടാനും കേട്ടോ. അപ്പോൾ 2 കൊല്ലം നടക്കുന്നുണ്ട് കേട്ടോ. സേലം മാങ്ങ അല്ലേ, മാമ്പഴം. കിളിച്ചുണ്ടൻ മാങ്ങ. തിരിച്ചു വെക്കണ സെറ്റാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് ഒരു വടി കൊണ്ട് കെട്ടിക്കൊടുത്താൽ ഞാൻ ഓരോ പിടി മണ്ണ് എല്ലാവരും ഇട്ടോ. ഓരോ പിടി മണ്ണിട്ടോ. ഞാനൊരു പിടി മണ്ണിടാ. നമുക്ക് ഒരു മിനിറ്റ്. അപ്പോൾ സംഭവം വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ വെച്ചു. ഇനി നോക്കാം. ഇവിടെ പാറ പോലത്തെ ഇതായതുകൊണ്ടേ ഭയങ്കര ഉറപ്പാണ്, അതാണ് ഇത്ര താത്തിയത്. നമുക്ക് നോക്കാം എന്താ അവസ്ഥ. അതെ, ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇതിൽ ഫസ്റ്റത്തെ മാങ്ങ ഉണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോ ഇടും. അതെ, ഇൻഷാ അല്ലാ. പിന്നെ അതെ, ഇൻഷാ അല്ലാ. പിന്നെ അതുപോലെ തന്നെ ഈ സംഭവം 1 വർഷം കഴിഞ്ഞ ശേഷം ആവണ സമയത്ത് ഇന്നൊരു മാങ്ങ കായ്ക്കണ സമയത്ത് ഒരു വീഡിയോസ് നമ്മൾ ഇടും കേട്ടോ. എന്നിട്ട് ഈ വീഡിയോ മെൻഷൻ ചെയ്യുന്നു എത്രത്തോളം എഫോർട്ട് എടുക്കുന്നു നോക്കിയിട്ട്. ആ, ചെറിയ വെള്ളം നിൽക്കുന്ന രീതിയിൽ ചെയ്യണം അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ലേശം വെള്ളം കൂടി സെറ്റപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ മോനെ നല്ല രീതിയിൽ തഴച്ച് വളരൂ അല്ലേ. ഒരു കൊമ്പ് കുത്തിയെടുക്കണം. കൊമ്പ് കുത്തിയെടുക്കണം തോന്നുന്നു അല്ലേ. കൊമ്പ് അപ്പോൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ അവസാനത്ത് കാണാം. ഓക്കെ അല്ലേ. അപ്പോൾ ശരി. അങ്ങനെ നമ്മള് ഒരുപാട് ദിവസത്തെ എന്താ പറയാ ഗ്യാപ്പിട്ട് പണിയെടുത്ത് നമ്മളങ്ങനെ മാവും തൈ വെച്ചു കേട്ടോ. മാവും തൈ വെച്ച് വെള്ളം വെച്ച് കൊടുത്ത് അതിന് ചുറ്റും കണ്ടില്ലേ തടവ് എടുത്തു കഴിഞ്ഞു നമ്മള്. ഇനി പറഞ്ഞ പോലെ ഇൻഷാ അല്ലാ അത് വളരട്ടെ. വളമൊക്കെ അടിയിൽ ഇട്ട് കൊടുത്ത് നിങ്ങൾ ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്കൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ആഴ്ചത്തെ പ്രയത്നം കൊണ്ടാണ് ഈ കുഴി കുത്താനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും ഇൻഷാ അല്ലാ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇത്രമൊന്നും മാങ്ങ ഉണ്ടാവുന്ന പറഞ്ഞ സേലം മാങ്ങ നമുക്ക് നോക്കാം. കിളിമൂക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റൈല് മാങ്ങയാണ്. കിളിച്ചുണ്ടൻ മാമ്പഴം. കിളിച്ചുണ്ടൻ മാമ്പഴം ഇൻഷാ അല്ലാ. ഈ തളിര് കണ്ട ഇവിടെ നിങ്ങളുടെ തളിരൊക്കെ നമ്മൾ ഈ വാങ്ങിയതിന് ശേഷം വന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാ നോക്കാം. ഡെയിലി നനച്ചെടുക്കണം. പിന്നെ അവർക്ക് വേണ്ട വെച്ച് കഴിഞ്ഞാൽ നേരെ ഉണ്ട് സൂര്യപ്രകാശം, വെയിൽ കിട്ടണം, നേരെ വെയിൽ കിട്ടണം. എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വരുള്ളൂ കേട്ടോ. അപ്പം നല്ല രീതിയിൽ വരട്ടെ. എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ. പൊന്നു പോലെ നോക്കണം അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അതെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോസ് ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ. ബൈ.